മലയാള കഥകളെയും സാഹിത്യത്തെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കടുപ്പത്തിൽ ഒരു കഥയുടെ 6ാമത്തെ സെഗ്മെൻറ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ സെഷനിൽ അല്പം കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇന്ന് ഒരു കഥയാകാം. ആകസ്മികമായി ജീവിതത്തിൽ വന്നു ചേരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കൊക്കെ തിരിച്ചറിവുകൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഓരോരോ തിരിച്ചറിവുകൾ എന്ന കഥ ആസ്വദിക്കാം. പൊതുവെ തന്നെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ പതിവിലും കൂടുതൽ ശാന്തത തോന്നിയപ്പോഴാണ് സഹജ തല ഉയർത്തി ചുറ്റും നോക്കിയത്. പലരും പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതൊന്നും താൻ അറിഞ്ഞതേയില്ല എന്നവൾക്ക് മനസ്സിലായതും അപ്പോഴാണ്. പണ്ട് മുതൽക്കുള്ള ശീലമാണ്, എന്തിലെങ്കിലും ശ്രദ്ധ പെട്ടുപോയാൽ പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും താൻ അറിയുകയേയില്ല. അച്ഛൻ പലപ്പോഴും പകുതി തമാശയായും പകുതി കാര്യമായും പറയാറുള്ളതാണ്. നീ ഏതെങ്കിലും പ്രോജക്റ്റ് വർക്ക് തുടങ്ങിയാൽ പിന്നെ ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. വർത്തമാനത്തിനും ചിരിക്കും ഒന്നും പിന്നെ നിന്നെ കിട്ടില്ല. ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും കുട്ടി? ഇനി ഒരു കുടുംബ ജീവിതത്തിലേക്കൊക്കെ ആകുമ്പോൾ കൂടെ ഉള്ള ആളെയും ഗവനിക്കേണ്ടേ? ഒരു ചെറിയ ചിരിയോടെ അച്ഛനോട് പലതവണ മറുപടി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു തന്നത്, എന്ത് ചെയ്യുന്നോ അതിലാവണം പൂർണ്ണ ശ്രദ്ധ എന്ന്. അപ്പോൾ ആരുടെയാണ് അച്ഛാ കുറ്റം? വളർത്തുദോഷം തന്നെ. അങ്ങനെയൊക്കെ തമാശയ്ക്ക് അച്ഛനോട് പറഞ്ഞാലും പലപ്പോഴും സ്വയം തോന്നാറുണ്ട്, തനിക്ക് മറ്റൊരാളുടെ ഒപ്പം ശരിയാകുമോ എന്ന സംശയം. പഠനം കഴിഞ്ഞ ഉടനെ കിട്ടിയ ജോലിയും അത് നൽകുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും തന്നതാവാം ഈ ഒരു സംശയം എന്ന നിഗമനത്തിൽ എത്തി നിൽക്കുകയാണ് സഹജ. പിന്നെ ജീവിതത്തിലൊരു കൂട്ട് വേണം, കൈ കോർത്ത് പിടിച്ചു നടക്കാനൊരു തുണ വേണം എന്നുള്ള കാൽപ്പനികതയൊന്നും തൻ്റെ രീതിയേ അല്ല എന്നത് അവൾക്കറിയാം. ആകെ കലപിലകൾ നിറഞ്ഞ സജീവമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്നതുകൊണ്ടാവണം ഇവിടെ എത്തിയ ആദ്യ ദിവസങ്ങളിൽ ഈ ഓഫീസ് ആകെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ചെയ്യുന്ന ജോലിയുടെ പ്രത്യേകത കൊണ്ടാവണം അവൾ ഉൾപ്പെട്ടിരുന്ന പ്രോജക്റ്റിൻ്റെ മേധാവിയും മറ്റു പങ്കാളികളും ഒക്കെ മധ്യവയസ്സ് പിന്നിട്ടവരായിരുന്നു. ശുദ്ധജലത്തിൽ യുറേനിയത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാനുള്ള ഈ ഒരു പ്രോജക്റ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ചില സോഫ്റ്റ്വെയർ അസിസ്റ്റൻസ് ആണ് സഹജയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നത്. 1 മാസത്തേക്കുള്ള അസൈൻമെൻ്റ് ആണെങ്കിലും കഴിഞ്ഞാൽ നേരത്തെ തിരിച്ചു പോവാം എന്നുള്ളതുകൊണ്ട് തന്നെ സഹജ വൈകുന്നേരങ്ങളിൽ കൂടുതൽ സമയമിരുന്ന് കുരുക്കുകൾ അഴിച്ചെടുക്കാറുണ്ടായിരുന്നു. ഉരുകുന്ന ഈ ഹൈദരാബാദ് ദിനങ്ങൾ എത്രയും പെട്ടെന്ന് തീരുന്നതായിരുന്നു അവളുടെയും സന്തോഷം. കടുകെണ്ണയുടെ മണവും വല്ലാത്ത ഒരു രുചിയും ഒക്കെ അവളുടെ രസമുകുളങ്ങളെ മടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഹോട്ടൽ മുറിയിലെ ആദ്യത്തെ 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു വീട്ടിലേക്ക് മാറേണ്ടത് അത്യാവശ്യമായി അവൾ തിരിച്ചറിഞ്ഞു. പിന്നെ വളരെയധികം അലഞ്ഞിട്ടാണ് ഒരു താമസ സ്ഥലം ശരിയായത്. നിസാമിൻ്റെ നഗരത്തിലെത്തിയിട്ട് കൃത്യം 7ാം ദിവസം സന്ധ്യയ്ക്കാണ് അവൾ ആ തെരുവിൽ വന്നത്. വേദപ്രകാശ് എന്ന് പരിചയപ്പെടുത്തിയ വീട്ടുടമയ്ക്കും പൊക്കം കുറഞ്ഞ അല്പം തടിച്ച ഭാര്യയ്ക്കും ഒപ്പം പടികൾ കയറി മുകളിലെത്തിയപ്പോൾ തന്നെ അവൾ തീരുമാനിച്ചു, താമസിക്കാൻ ഇത് തന്നെ മതി എന്ന്. വൃത്തിയാക്കിയിട്ടിരുന്ന ഒറ്റമുറിയും അടുക്കളയും കാണുന്നതിന് മുൻപേ തന്നെ അവളൊന്ന് വട്ടം കറങ്ങി നോക്കിയത് വിശാലമായ ടെറസാണ്. അവിടെ ഇട്ടിരുന്ന വീതി കൂടിയ ഊഞ്ഞാൽ കൂടി കണ്ടപ്പോഴേ അവൾ നിശ്ചയിച്ചു, എന്തൊക്കെ അസൗകര്യം അകത്തെ മുറിയിലുണ്ടെങ്കിലും സാരമില്ല, ഇതൊന്നും മതി ഇവിടുത്തെ താമസം ഉറപ്പിക്കാൻ. അവർ പറഞ്ഞ വാടക കൂടുതലാണെന്ന് തോന്നിയെങ്കിലും ഹോട്ടലിലെ മുറിയും ആ വെളുത്ത ഷീറ്റുമൊക്കെ ഓർമ്മ വന്നപ്പോൾ അഡ്വാൻസ് നീട്ടാനാണ് തോന്നിയത്. രാത്രി തണുത്ത വെള്ളത്തിൽ മേൽ കഴുകി ചെവിയിൽ ഒഴുകിയെത്തിയ രൂപ് കുമാർ റാത്തോഡിൻ്റെ സ്വരം ആസ്വദിച്ച് ഊഞ്ഞാലിൽ കിടന്നപ്പോൾ ഈ നഗരം താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നവൾക്ക് തോന്നി. ഇനിയുള്ള 20-25 ദിവസങ്ങൾ കടന്നു പോകാൻ അത്ര പ്രയാസമുണ്ടാവില്ല. ഹോട്ടൽ മുറിയിൽ നിന്ന് ഒരു വീട്ടിലേക്ക് മാറി എന്നത് കേട്ടപ്പോൾ അച്ഛൻ്റെ സ്വരത്തിൽ വന്ന സമാധാനം ഒരളവ് വരെ അവളെയും സന്തോഷിപ്പിച്ചു. വളർച്ചയുടെ എല്ലാ കാലത്തും അച്ഛൻ അവളെ ഓർത്ത് ഉത്കണ്ഠപ്പെട്ടിരുന്നു എന്നവൾക്കറിയാമായിരുന്നു. ജോലിയുടെ ഭാഗമായി ധാരാളം യാത്രകൾ നടത്താറുണ്ടെങ്കിലും വിദേശ യാത്രകൾ പോലെയല്ല. ഇന്ത്യൻ യാത്രകളിൽ താൻ വീടെത്തുന്നതുവരെ അച്ഛന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിയിരുന്നാലും എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് തിരികെ പോകാനായിരുന്നു അവൾക്ക് താല്പര്യം. ഇന്നിനി പോകാം, ക്ഷീണമായി, തലയ്ക്കൊരു ഭാരം പോലെ. വർക്ക് ചെയ്യാൻ തലച്ചോറ് മടി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറു ചിരിയോടെ സ്വയം പറഞ്ഞ് സഹജ കൈകാലുകൾ നിവർത്തി ഒന്ന് കുടഞ്ഞ് എഴുന്നേറ്റ് നിന്നു. ഓഫീസ് കസേരകൾ 3/4 ഒഴിഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ എപ്പോഴാണോ പോയത് താൻ അറിഞ്ഞതേയില്ല. അല്ലെങ്കിൽ തന്നെ യാത്ര പറഞ്ഞിട്ട് പോകാനുള്ള അടുപ്പമൊന്നും ആരോടുമായിട്ടില്ല. ബാക്ക് പാക്ക് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇരുട്ട് വീണ് കഴിഞ്ഞു എന്ന്. സാരമില്ല, ബസ് നമ്പർ കൃത്യമായി അറിയാം, വഴിയും. 74 നമ്പർ ബസ്സിൽ കയറി 6ാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്നും 1 കിലോമീറ്റർ നടക്കണം. നേരെ നടന്നാൽ പൗലോമി ബേക്കറി. അവിടെ നിന്നും ആദ്യം റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ നേരെ നടന്നാൽ ഭരദ്വാജ നിലയം എന്ന വീട്. മൊബൈൽ ഫോൺ ജീൻസിന്റെ പോക്കറ്റിൽ താഴ്ത്തി ഇയർ പ്ലഗുകൾ ചെവിയിൽ തിരുകി അവൾ ആത്മവിശ്വാസത്തോടെ സ്റ്റോപ്പിലേക്ക് നടന്നു. ആദ്യം വന്ന 3-4 ബസ്സുകൾ പോയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ കോൾ വന്നത്. വീട്ടിലെത്തിയിട്ടില്ല എന്ന് കേട്ടാൽ അച്ഛൻ പരിഭ്രമിക്കും എന്ന ഓർമ്മ വരാതെ അവൾ സത്യം തന്നെയാണ് പറഞ്ഞത്. ബസ്സിന് നോക്കി നിൽക്കണ്ട, ഒരു ഓട്ടോ പിടിച്ചു പോകൂ. പറയുന്ന ടോൺ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അച്ഛൻ ആദ്യം കയറി എന്ന്. ശരി അച്ഛാ, ഓട്ടോ വന്നാൽ ഞാൻ അതെടുത്ത് പോവാം. അച്ഛൻ ടെൻഷൻ ആവണ്ട, ഇവിടെ സ്റ്റോപ്പിൽ എൻ്റെ ഒപ്പം നിറയെ ആളുകളുണ്ട്. ഇടവിട്ട് ബസ്സുകളും വരും. ഞാൻ എത്തിയ ഉടനെ വിളിക്കാം. അച്ഛൻ ഡിന്നറും കഴിച്ച് മരുന്നും കഴിച്ച് ന്യൂസ് കാണും. അപ്പോഴേക്ക് ഞാനും വീടെത്തും. ഫോൺ നിർത്തി ചുറ്റും നോക്കിയപ്പോഴാണ് അവൾക്ക് താൻ പറഞ്ഞതിൻ്റെ സത്യമില്ലായ്മ മനസ്സിൽ പതിഞ്ഞത്. വന്ന ബസ്സുകളിൽ കയറി ചുറ്റും ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി സ്ഥലം വിട്ടിരുന്നു. നിർജീവത ഒട്ടിച്ചു വച്ച മുഖമുള്ള ഒരു മധ്യവയസ്കനും ഒരു ചെറുപ്പക്കാരനും മാത്രമേ അവിടെ ശേഷിച്ചിരുന്നുള്ളൂ. 74 നമ്പർ അല്ലെങ്കിൽ പിന്നെ ഏത് ബസ്സിൽ കയറിയാൽ സൈനിക് പുരി ഭാഗത്തേക്ക് പോകാം എന്ന് ചോദിച്ചറിയാൻ തോന്നിയെങ്കിലും മധ്യവയസ്കന്റെ മുഖഭാവം എന്തെങ്കിലും ചോദിക്കുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചു. ചെറുപ്പക്കാരനാവട്ടെ ഇരു കൈയിലെ വിരലുകളും ഉപയോഗിച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൂട്ടുന്ന തിരക്കിലുമായിരുന്നു. ഏതായാലും ചിന്താക്കുഴപ്പത്തിൽ നിന്ന് സഹജയെ മോചിപ്പിക്കാൻ എന്ന വണ്ണം അടുത്തതായി വന്നത് 74 നമ്പർ ബസ്സായിരുന്നു. ബസ്സിലേക്ക് ചാടിക്കയറുന്നതിൽ കാണിച്ച അനാവശ്യ ധൃതി കൊണ്ടാവണം ബസ്സിൽ അവിടവിടെയായി ചിതറിയിരുന്നിരുന്നവരിൽ ഡ്രൈവർ ഒഴിച്ച് എല്ലാവരും തന്നെ അവളെ നോക്കി. 8:30 കഴിഞ്ഞതേയുള്ളൂ, ഇത്ര പേടിക്കാനൊന്നുമില്ല, സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ആദ്യം കണ്ട സീറ്റിലിരുന്നു. സീറ്റിൽ തല ചായ്ച്ചു വെച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ഭാഗത്തൊക്കെ നഗരം നേരത്തെ ഉറങ്ങിത്തുടങ്ങുമെന്ന് അവൾക്ക് മനസ്സിലായി. തലേ രാത്രിയിൽ കൊണ്ടുവന്നതൊക്കെ ഒതുക്കി വെച്ച് ഒരു കുളിയും കഴിഞ്ഞ ഉന്മേഷത്തിൽ താൻ ഊഞ്ഞാലിൽ ഇരുന്നപ്പോഴേക്കും ചുറ്റുപാടും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു എന്നത് അവളുടെ ഓർമ്മയിലേക്ക് എത്തി നിന്നു. നേരത്തെ ഉറങ്ങുന്നതിൻ്റെ മറുപുറമായി രാവിലെ ഉണരുക എന്നൊരു ശീലവും സായിപുരം ഏരിയയിൽ ഉണ്ട് എന്നവൾക്ക് മനസ്സിലായത് 6 മണി മുതൽ കേട്ടു തുടങ്ങിയ വിവിധ വിളികൾ രാവിലെ ഉണർത്തിയപ്പോഴാണ്. ആദ്യ വിളി കേട്ടത് ഉപ്പിൻ്റെയാണ്. വിളിച്ചു കൂവുന്നതായി താൻ കേട്ടത് ശരിയാണോ എന്നറിയാനാണ് അവൾ കർട്ടൻ മാറ്റി നോക്കിയത്. ഒരു മുച്ചക്ര സൈക്കിളിൽ ഉപ്പും നിറച്ച് ചവിട്ടി വരുന്ന മെലിഞ്ഞു കൊലുന്നനെയുള്ളൊരു ചെറുപ്പക്കാരി. തെരുവിലെ ചില വീട്ടുവാതിലുകളിൽ അവൾ നിർത്തി കയ്യിലുള്ള ചെറിയ കുറ്റി പോലുള്ള പാത്രത്തിൽ അളന്നെടുത്തു കൊടുക്കുന്നു. ചിലയിടത്ത് അളവിനു പുറമെ ഒരു കൈ കൂടെ വാരിയിടുന്നുമുണ്ട്. പിന്നീട് തിരിഞ്ഞു കിടന്നപ്പോഴേക്കും ഓരോന്നായി വരവായി. സൈക്കിളിൻ്റെ ഇരുവശങ്ങളിലും വലിയ പൊണ്ണൻ പാത്രങ്ങളുമായി പാൽക്കാരൻ വയസ്സൻ എത്തിയതിനു പിന്നാലെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിയുമായി ഒരു മധ്യവയസ്ക വന്നു. അവർ വിളിക്കുന്നതിനു പകരം വണ്ടിയിലെ തകരത്തിൽ കയ്യിലിരുന്ന വടി വെച്ച് ആഞ്ഞടിക്കുകയായിരുന്നു. അപ്പോഴുണ്ടാകുന്ന ഉച്ചസ്വരം ആരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതായിരുന്നു. പിന്നെ പൂക്കാരി പെൺകുട്ടിയും കൂടി വന്നു പോയതോടെ സഹജ എഴുന്നേറ്റ് ദിവസം തുടങ്ങിയിരുന്നു. ഓരോ ഓർമ്മകളിൽ പെട്ടുപോയ സഹജ സ്റ്റോപ്പ് എണ്ണാൻ മറന്നല്ലോ എന്ന വേവലാതിയിൽ പുറത്തേക്ക് നോക്കി. ഒക്കെ കണ്ടിട്ട് ഒരുപോലെ തോന്നുന്നു. താൻ രാവിലെ ബസ്സിൽ കയറിയത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ നിന്നാണ്. തിരികെ വരുമ്പോൾ വാങ്ങേണ്ട സാധനങ്ങൾ അപ്പോൾ ഓർമ്മയിൽ വന്നതുമാണ്. ഇതിപ്പോൾ ഒരു സ്ഥലവും കണ്ടിട്ട് രാവിലെ കണ്ട ലക്ഷണമൊന്നുമില്ല. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ലൈറ്റ് കണ്ട സഹജ സീറ്റിൽ നിന്ന് എണീറ്റ് കണ്ടക്ടറോട് ചോദിച്ചു, ECIL സ്റ്റോപ്പ്? നാക്കോ നെക്സ്റ്റ് ECIL.
രാത്രിയിൽ വൈകി ജോലി ചെയ്യുന്നതിൻ്റെ ഒരു വിരസത അയാളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഓക്കേ, ഇതല്ല, അടുത്ത സ്റ്റോപ്പാണ് ECIL. തെറ്റിയിട്ടില്ല. സമാധാനത്തിൽ തിരികെ സീറ്റിലേക്ക് അമർന്നിരുന്നു. 74 നമ്പർ ബസ് കിതച്ചും കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ നിന്നപ്പോൾ ബസ്സിൽ നിന്ന് താൻ മാത്രമേ ഇവിടെ ഇറങ്ങാനുള്ളൂ എന്നവൾക്ക് മനസ്സിലായി. ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ പാതി ഉറങ്ങിയ അവസ്ഥയിലായിരുന്നു. തീരെ സമയമെടുക്കാതെ തന്നെ സഹജ പുറത്തേക്കിറങ്ങി. ECIL സ്റ്റോപ്പിൽ നിന്നും തിരിഞ്ഞ് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടി പോകുന്ന ആ ബസ് സെക്കൻഡറാബാദ് മെയിൻ സ്റ്റേഷൻ വരെ ഉള്ളതായിരുന്നു. തന്നെ ഇറക്കി വേഗത കൂട്ടി മുന്നോട്ട് പോകുന്ന ബസ്സിനെ ഒരു നിമിഷം നോക്കി നിന്ന് പിന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് സഹജ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഉഷോദയ സൂപ്പർമാർട്ട് എവിടെ? അവൾക്ക് സംശയം തോന്നി. തനിക്ക് തെറ്റിയോ? കാലത്ത് താൻ കയറിപ്പോയത് ഇവിടെ നിന്നല്ലല്ലോ. ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിൽ തന്നെ സൂപ്പർമാർട്ട്, അതിനെതിരെ സിലിക്കൺ ഹോസ്പിറ്റൽ, ഇതൊക്കെ നോക്കി വെച്ചിരുന്നു. ഇതിപ്പോൾ സ്റ്റോപ്പ് തെറ്റിയത് തന്നെ. റോഡ് സൈഡിൽ നിന്നും തന്നെ സൂക്ഷിച്ചു നോക്കുന്ന പാൻ കടക്കാരനോട് അവൾ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കി. ഓ, वो तो ओल्ड ECIL पे है, ഉഷോദയ മാർട്ട്. അഭി തോ പീछे जाने का. ഇനി പിന്നോട്ട് നടക്കണം. ഈ സമയത്ത് ഓട്ടോ നോക്കി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല എന്നവൾക്ക് മനസ്സിലായി. സ്റ്റോപ്പ് തെറ്റിയല്ലോ എന്ന ചിന്തയിൽ മനസ്സിൽ വന്ന നിരാശയും നേരിയ പരിഭ്രമവും മുഖത്തേക്ക് പടരാൻ അനുവദിക്കാതെ സഹജ കാൽ നീട്ടിവെച്ച് മുന്നോട്ട് നടന്നു. ദൂരെ കാണാവുന്ന പച്ച വെളിച്ചത്തിൽ നോക്കി അത് സൂപ്പർമാർട്ടിൻ്റെതാവും എന്ന ഉറപ്പിലായിരുന്നു അവളുടെ നടത്തം. വിചാരിച്ചതിൽ നേരത്തെ എത്തി എന്ന സമാധാനത്തിൽ നിന്നാണ് കിതച്ചു തുടങ്ങിയ സ്പീഡിലാണ് താൻ നടന്നത് എന്നവൾക്ക് മനസ്സിലായത്. ഉഷോദയായുടെ പച്ച വെളിച്ചം ഈ ഇരുട്ടിൽ അവൾക്ക് ആകർഷണീയമായി തോന്നി. വലത്തോട്ട് തിരിഞ്ഞ് പൗലോമി ബേക്കറി കൂടി കണ്ടപ്പോൾ സമാധാനം. ഇവിടെ നിന്ന് ഇടത്തോട്ട്, പിന്നെ വലത്തോട്ട്, പിന്നെയും ഇടത്തോട്ട്. അതോ വലത്തോട്ടോ? ഒന്ന് നടന്നു നോക്കിയപ്പോൾ എല്ലാ വഴികളും ഒരേപോലെ തോന്നിപ്പിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരേ രൂപരേഖയിൽ പണിതതുപോലെയുള്ള വീടുകൾ, മിക്കതും ഇരുൾ പുതച്ചു മൂടി ഉറങ്ങിക്കിടക്കുന്നു. രാവിലെ വരുന്ന വഴി ചുവന്ന പൂക്കൾ നിറഞ്ഞ വാഗ പോലെ ഏതോ ഒരു മരം കണ്ടിരുന്നല്ലോ, അതിപ്പോൾ എവിടെ പോയി? ഇരുളിലും പടർന്നു കിടക്കുന്ന ഒരു മരം തിരിച്ചറിഞ്ഞ് സഹജ വലത്തോട്ട് തിരിഞ്ഞു. നോക്കിയപ്പോൾ ഇടതുവശത്തേക്ക് നീണ്ടുകിടക്കുന്ന റോഡിലും അതേപോലെ ചുവന്ന പൂക്കൾ നിറഞ്ഞ മറ്റൊരു മരം. ഇനി ഏതു നിമിഷവും വന്നേക്കാവുന്ന അച്ഛൻ്റെ ഫോൺ പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങോട്ട് തിരിയണം എന്നറിയാതെ അവൾ നിന്നു. തൊട്ടു മുന്നിൽ വീണ് കിടക്കുന്ന മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ തീരെ പരിചയമില്ലാത്ത ഭാവത്തിൽ അവളെ സൂക്ഷിച്ചു നോക്കി. ഹൗസ് ഓണർ ഉറക്കമായി കഴിഞ്ഞിരിക്കും. ഈ സമയത്ത് അവരെ വിളിച്ചുണർത്തുന്ന അനൗചിത്യമോർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നത് പോലെ തോന്നി. രണ്ടും കൽപ്പിച്ച് സഹജ വലത്തോട്ടുള്ള വഴിയെ നടന്നു. ഇടയ്ക്ക് എവിടെ നിന്നോ കേൾക്കുന്ന പട്ടികുരയും ഏതോ ചാനലിൻ്റെ ശബ്ദവുമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. മുന്നോട്ട് നീങ്ങിയപ്പോൾ വഴിയുടെ അങ്ങേയറ്റത്ത് 2-3 പേർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് കൂടുതൽ പരിഭ്രമമാണ് തോന്നിയത്. വഴി തെറ്റി നടക്കുകയാണ് താൻ എന്നവർക്ക് മനസ്സിലായാൽ എങ്ങനെയാകും പ്രതികരണം എന്ന് മുൻകൂട്ടി അറിയാൻ ഒരു നിവൃത്തിയുമില്ലല്ലോ. പൊതുവെ ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുമെങ്കിലും ഈ അടുത്ത കാലത്തായി കേൾക്കുന്നതും അറിയുന്നതും ഒന്നും അത്ര നല്ല വർത്തമാനങ്ങളല്ല എന്നത് അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. വലതുവശത്തു കൂടി ഒരു മൂളിപ്പാട്ടുമായി അവളെ മറികടന്ന് ഒരു രൂപം മുന്നോട്ട് പോയപ്പോൾ ഒരു നിമിഷം അവളൊന്ന് നടുങ്ങി. തീരെ പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യൻ മറികടന്നപ്പോൾ ഉണ്ടായ സ്വാഭാവിക പ്രതികരണമായിരുന്നുവെങ്കിലും അവൾ ആ രൂപത്തെ ഒരു വട്ടം നോക്കി. എന്തോ പരിചയഭാവം തോന്നിയതിനാൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ഇല്ല, തെറ്റിയിട്ടില്ല. ഇന്നലെയും ഇന്ന് രാവിലെയും അടുത്ത വീടിൻ്റെ ടെറസിൽ നിന്നും തീരെ മര്യാദയില്ലാതെ അവളെ സൂക്ഷിച്ചു നോക്കി നിന്നിരുന്ന അതേ രൂപം. ഇന്ന് രാവിലെ അയാളുടെ നോട്ടം കാരണം ഊഞ്ഞാലിൽ നിന്ന് എണീറ്റ് പോന്നപ്പോൾ മനസ്സിൽ അയാളെ ചീത്ത പറഞ്ഞതുകൂടി അവൾക്ക് ഓർമ്മ വന്നു. രാത്രിയിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് നിന്ന അയാളെ തനി കോമാളിയായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. അകലത്തെ ബന്ധുവിനേക്കാൾ അയലത്തെ ശത്രുവാണ് പലപ്പോഴും ഉപകാരപ്പെടുക എന്ന അച്ഛൻ പറയുന്നത് ഓർമ്മ വന്നു. രണ്ടും കൽപ്പിച്ച്
അറിയാവുന്ന മുറിത്തെലുങ്കിൽ അവൾ ചോദിച്ചു, പ്ലോട്ട് 264 എക്കടാ? പ്രതീക്ഷിക്കാതെ അവളുടെ ശബ്ദം കേട്ടതുപോലെ അയാളൊന്ന് ഞെട്ടിയതായി അവൾക്ക് തോന്നി. അതെന്തിനാവും എന്നവൾക്ക് തീരെ മനസ്സിലായില്ല. പ്ലോട്ട് 264? പാപ്പ പേര് ചെപ്പു? കുട്ടിയുടെ പേരെന്താണ് എന്നൊരു മറുമൊഴിയുമായി തിരിഞ്ഞ അയാളെ കണ്ടപ്പോൾ സഹജയ്ക്ക് അത്രയും നേരം അനുഭവപ്പെട്ടിരുന്ന പിരിമുറുക്കം അയയുന്നതുപോലെ തോന്നി. ഈ രാത്രിയിലും അയാൾ കറുത്ത കണ്ണട ധരിച്ചിരിക്കുന്നതിലെ അസ്വാഭാവികത ഓർത്ത് ചിരി വന്ന അവളുടെ മനോഭാവം മാറാൻ ഏതാനും നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. കണ്ണടയുടെ ഒപ്പം കയ്യിലുണ്ടായിരുന്ന തിളക്കമുള്ള വടി കണ്ണിൽപ്പെട്ടപ്പോൾ സഹജ പൊടുന്നനെ വല്ലാതെയായി. സെൻസർ ഉള്ളതുകൊണ്ടാവണം ചെറുതായി തിളങ്ങുന്ന വടിയുമായി തിരിഞ്ഞു നിന്ന് അവളെ നോക്കുന്ന മധ്യവയസ്കന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് സ്വയം ചെറുതാകുന്നത് പോലെ തോന്നി. ഇന്നലെയും ഇന്നുമായി തന്നെ നോക്കി നിന്നു എന്ന് താൻ കരുതിയ ആൾ എന്തൊരു മര്യാദയില്ലാത്ത മനുഷ്യൻ എന്ന് മനസ്സിൽ അലോസരപ്പെട്ടതുകൂടി ഓർമ്മയിൽ വന്നപ്പോൾ അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. തന്നെ എന്നല്ല, ഈ ലോകത്തെ എന്തിനെ നോക്കി നിന്നാലും ഒരേപോലെ ഇരുട്ട് മാത്രമാണ് ആ കണ്ണിൽ നിറയുന്നത് എന്ന മനസ്സിലാക്കലിൽ സഹജ സ്വയം ചൂളിപ്പോയി. 264 ഇക്കട, ഒന്ന് ചിരിച്ചുകൊണ്ട് പുറകെ പോരൂ എന്ന് കൈ കാണിച്ച് വലത്തേക്ക് തിരിഞ്ഞു അയാൾ. മുൻ തീരുമാനം പോലെ ഇടത്തേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ പെട്ടുപോയേനെ മനസ്സിലോർത്ത് അവൾ പിന്നാലെ നടന്നു. തെരുവിൽ കൂടി നിന്നവരെ തീരെ ശ്രദ്ധിക്കാതെ വഴി അറിയാവുന്ന ഉറപ്പിൽ അവൾ അയാളുടെ ഒപ്പം നടന്നു. ഒരു കാരണവുമില്ലാതെ രാവിലെ അയാളോട് ദേഷ്യം തോന്നിയതിൽ വല്ലാത്ത വിഷമമുണ്ടായി സഹജയ്ക്ക്. കണ്ണുകളിൽ ഈശ്വരൻ പ്രകാശം നിറച്ചിട്ടും മനസ്സിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന തന്നെപ്പോലെ ഉള്ളവരെക്കാളും എത്രയോ ഉയരത്തിലാണ് ചുറ്റുമുള്ള ഇരുട്ടിനെ കണ്ണിൽ ആവാഹിക്കാതെ മനസ്സിന്റെ പ്രകാശത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ. ആ തിരിച്ചറിവിൽ സഹജ അച്ഛനെ വിളിക്കാനായി ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ എൻ്റെ കഥ ഓരോരോ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് കരുതുന്നു. കടുപ്പത്തിൽ ഒരു കഥയിൽ വരുന്ന ഓരോ കഥകളും നിങ്ങളിലേക്ക് എത്തുവാനായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും മറക്കരുതേ. അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കഥയുമായി ഇനി അടുത്ത ആഴ്ച കാണാം.